എനിക്കത് കിട്ടിയാൽ, ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അത് എത്തിച്ചു തരും, നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഞാനത് ഫസ്റ്റ് നിർവഹിക്കുക എന്ന വാഗ്ദാനം മക്കൾ ഉമ്മയോടും വാപ്പയോടും നൽകണമെന്ന് ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ നൽകുകയാണ്. ഇല്ല, അതിനും കഴിയുന്നില്ലെങ്കിൽ അവരോട് സൗമ്യമായി, ഇപ്പോൾ കഴിയില്ലല്ലോ ഉമ്മ, കടം വാങ്ങി നമ്മൾ പ്രയാസപ്പെടണോ എന്നൊക്കെ ചോദിച്ച് വളരെ സൗമ്യമായ വാക്കിലൂടെ ആ ഉമ്മയോടും വാപ്പയോടും പ്രതികരിക്കണമെന്ന് പരിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ പള്ളിയിൽ തടിച്ചുകൂടിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ചിന്തിക്കണം, ആലോചിക്കണം. നമ്മൾ ചിന്തിക്കണം, നമ്മൾ എങ്ങനെയാണ് മറുപടി പറയാറുള്ളത്? നമ്മൾ എങ്ങനെയാണ് മറുപടി പറയാനുള്ളത്? പലപ്പോഴും തട്ടിക്കയറാറുണ്ട്. തന്റെ പിതാവിനോടും മാതാവിനോടും ചെയ്യുന്ന വാക്ക് പോലും പറയരുത് എന്ന് പഠിപ്പിച്ച ഖുർആനിന്റെ അനുയായികൾ ആ പിതാവിനോടും ആ മാതാവിനോടും തട്ടിക്കയറാറുണ്ട് എന്നത് എത്ര സത്യമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, നോക്കൂ നിങ്ങൾ, എത്ര അർത്ഥവത്തായ വാക്കാണ് ഈ പറയാൻ പോകുന്നത്. നിങ്ങളുടെ മാതാവോ പിതാവോ ആകുന്ന രണ്ടു പേരിൽ ഒരാൾ, അതല്ലെങ്കിൽ രണ്ടു പേരും, ഒരാളോ അതല്ലെങ്കിൽ രണ്ടു പേരോ, ആ രണ്ടുപേരിൽ ഒരാളോ എന്തെങ്കിലും പ്രയാസങ്ങൾ സഹിച്ച്, കഷ്ടപ്പാടുകൾ സഹിച്ച് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പ്രായത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്താണ് അവരോട് ചെയ്യേണ്ടത് എന്ന നിയമം പഠിപ്പിക്കുകയാണ്. അവരിൽ ഒരാളോ അതല്ലെങ്കിൽ അവർ രണ്ടുപേരുമോ എന്താണ് പ്രായാധിക്യത്താൽ വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ എന്ന വാക്ക് പോലും പറയരുത്. മോശമായി പോയി ഉമ്മയുടെ പ്രവർത്തനമെന്ന് നമ്മൾ പറയരുത്. ഉമ്മ കേൾക്കെ പറയരുത്, വാപ്പ കേൾക്കെ പറയരുത്, മനസ്സിൽ അങ്ങനെ ചിന്തിച്ചു പോകുക പോലും അരുത്. അവരോട് നിങ്ങൾ കയർത്തു സംസാരിക്കരുത്, മാന്യമായ വാക്കാണ് നിങ്ങൾ പറയേണ്ടത്. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പടച്ചവനെ, ലോകൈകനാഥനായ തമ്പുരാനെ, ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഈ മാതാവും പിതാവും എന്ത് പ്രയാസങ്ങളാണോ സഹിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നാഥാ ഇവരുടെ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കണേ. ഞങ്ങൾക്ക് എന്തൊക്കെയാണോ അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് അതൊക്കെ ചെയ്തു കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച മതം ഇല്ലേ? ആലോചിക്കേണ്ടേ നമ്മൾ. സുഹൃത്തുക്കളെ, നമ്മുടെ വാപ്പ നമ്മളെ പ്രയാസപ്പെട്ട് വളർത്തി, നമ്മുടെ ഉമ്മ കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തി. ഈ ഉമ്മയും വാപ്പയും സ്വർഗീയ ലോകത്ത് നമ്മളോടൊപ്പം ഉണ്ടാകണം. വേണ്ടേ? ഉമ്മ നമ്മളോടൊപ്പം ഉണ്ടാകണം. ഉമ്മക്ക് അസുഖമാണെന്നറിയുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തി നമ്മുടെ മടിയിലേക്ക് ഉമ്മയുടെ തല വെച്ച് ഉമ്മയെ തലോടിക്കൊണ്ട് അങ്ങനെ ഉമ്മ മരിച്ചു പോകുന്ന ഒരു രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ മടിയിൽ കിടന്ന് മരിക്കണം, പെട്ടെന്ന് മരിക്കണമെന്നല്ല, അങ്ങനെ മരിക്കുന്ന രംഗത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ മകന്റെ മകളുടെ സാന്ത്വനപ്പെടുത്തുന്ന വാക്കുകൾ കേട്ട് തലോടലുകൾ ഏറ്റുവാങ്ങി ആ മകന്റെ മടിത്തട്ടിൽ കിടന്ന് അവസാന വാക്കും പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന ഒരു രംഗം നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ ഉണ്ടായാൽ, സുഹൃത്തുക്കളെ, എന്തൊരു ഐശ്വര്യമുള്ള കുടുംബമാണ് ആ കുടുംബം, എന്തൊരു സ്നേഹമുള്ള കുടുംബമാണ് ആ കുടുംബം. ഇല്ലേ? മരണപ്പെട്ടു പോയ ഒരുപാട് രക്ഷിതാക്കൾ, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഇതാ സിറ്റ് ഔട്ടിന്റെ മൂലയിൽ അതല്ലെങ്കിൽ ഒരു റൂമിന്റെ മൂലയിൽ ഒഴിഞ്ഞു നിൽക്കുന്ന കസേര കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ വാപ്പയുടെ ചിത്രം ഓടി വരുന്നില്ലേ? ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഇരിപ്പിടം കാണുമ്പോൾ, ആരും കയറിയിരിക്കാൻ മടിക്കുന്ന ഒരു ഇരിപ്പിടം കാണുമ്പോൾ ഉമ്മയുടെ രൂപഭാവങ്ങളും ആ ഉമ്മയുടെ സ്നേഹവും ആർദ്രതയും അനുകമ്പയും ഒക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഓടി വരുന്നില്ലേ? ആ ഉമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ സ്നേഹം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഇവിടെ വെച്ച് കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ച് ഉമ്മക്ക് ചെയ്തു കൊടുക്കുന്നതിന് പുറമെ നാളെ എന്റെ ഉമ്മയും ഉപ്പയും പരലോകത്ത് സ്വർഗീയ പൂങ്കാവനത്തിൽ ഉണ്ടാകണമെന്ന് കൊതിക്കുന്നതല്ലേ ഏറ്റവും വലിയ ത്യാഗം. അതിനുവേണ്ടി ശിർക്കിലൂടെ പോകുന്ന ഒരു ഉമ്മയെ ഉപദേശിക്കുക, ശിർക്കിലൂടെ പോകുന്ന ഒരു വാപ്പയോട് സൗമ്യമായ വാക്ക് പറഞ്ഞു, ഉപ്പാ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്, കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ഉപ്പയെയും ഉമ്മയെയും ഉപദേശിക്കാൻ തയ്യാറായ എത്ര സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഉമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട്, വാപ്പയെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട്, വാപ്പാ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുന്ന എല്ലാ നന്മയും ഞാൻ അനുസരിക്കാറുണ്ട്, നിങ്ങൾ പറയുന്ന എല്ലാ ജോലിയും ഞാൻ ചെയ്യാറുണ്ട്, നിങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ശിർക്ക് ചെയ്യല്ലേ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വന്ന് നിൽക്കുമ്പോ മകനായി നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ വാപ്പാ. ഇവിടെ നിങ്ങൾ എന്നെ കഷ്ടപ്പെട്ട് വളർത്തി,
ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു വളർത്തി. ഈ ഉപ്പയെയും ഉമ്മയെയും സ്വർഗീയ പൂങ്കാവനത്തിൽ കാണാൻ ഞാൻ കൊതിക്കുന്നുവല്ലോ വാപ്പാ എന്ന് പറയുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? വേണ്ടേ സഹോദരങ്ങളെ? ഫോൺ ചെയ്യുമ്പോ വാപ്പയോടും ഉമ്മയോടൊന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾ വാപ്പാ, നിങ്ങളോട് ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ വാപ്പാ, മാപ്പ് തരണേ ഉമ്മ, ഒന്ന് പറഞ്ഞു നോക്കൂ. ആ ഉമ്മയുടെയും വാപ്പയുടെയും സ്നേഹത്തിന്റെ കണ്ണീറുകൾ ആ പൊടിഞ്ഞു വീഴുന്നത് സുഹൃത്തുക്കളെ ആ ഫോണിന്റെ രംഗങ്ങളിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അവർക്കടങ്ങാത്ത, അവർക്കൊരിക്കലും നിർവചിക്കാനാവാത്ത സ്നേഹമാണ് മക്കളോടുള്ളത്. ഇത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണ്ടേ? കഴിയണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നോക്കൂ, നിങ്ങൾ ഒരു ചരിത്രത്തിലേക്ക് തിരിച്ചു വന്ന് നോക്കൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? അബ്ദുഷംസ് എന്നായിരുന്നു. ഷംസിന്റെ അടിമ അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് മാറ്റി അബ്ദുറഹ്മാൻ എന്നാക്കി. ശരി, പൂച്ചക്കുട്ടിയുമായി സല്ലപിച്ച് പൂച്ചക്കുട്ടിയുമായി എപ്പോഴും ഇടപഴകുന്ന നിലക്ക് അൻത അബാ ഹുറൈർ, ഒരു പൂച്ചക്കുട്ടിയുടെ ഉപ്പയാണ് താങ്കൾ എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു എനിക്കിഷ്ടാണ് ആ പേര്, എല്ലാവരും അങ്ങനെ വിളിച്ചോളൂ. ശരി, പേരിന് അങ്ങനെ അറിയപ്പെട്ടു, അബൂ ഹുറൈർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന അബൂ ഹുറൈറ പറയുന്നു റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, റസൂലേ നബിയേ, എന്റെ ഉമ്മക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി എന്റെ ഉമ്മയെ ഹിദായത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ ഉമ്മയെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ നബിയേ. അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുന്നു. വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ചെന്ന് നോക്കിയപ്പോൾ ഉമ്മ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം വീഴുന്ന ശബ്ദം ഇങ്ങനെ കലകലാ കേട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ വെയിറ്റ് ചെയ്തു. ഉമ്മ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഷഹാദത്ത് ചൊല്ലി തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലിന്റെ മുന്നിലേക്ക് ഓടിയിട്ട് പറയുന്നു, റസൂലേ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ ആഗ്രഹം നമുക്ക് വേണ്ടേ സുഹൃത്തുക്കളെ? ഈ ആഗ്രഹം നമുക്ക് വേണ്ടേ? എന്റെ ഉമ്മ ഇതാ ഹിദായത്തിലേക്ക് എത്തിയിരിക്കുന്നു. എത്ര ചരിത്രങ്ങളുണ്ട് സുഹൃത്തുക്കളെ, എത്രമാത്രം ചരിത്രങ്ങളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞ്, ഖലീഫമാരുടെ കാലഘട്ടം കഴിഞ്ഞ് ചുരുക്കി പറയട്ടെ, അമവിയ കാലഘട്ടത്തിൽ ഹജ്ജാജ് ഇബ്നു സഖഫ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ നീചമായ പ്രശ്നങ്ങളും മോശമായ പ്രവർത്തനങ്ങളും കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് സഹിക്കാനാവുന്നില്ല. മക്കയുടെ ഒരു പരിസര പ്രദേശങ്ങളിലെ കാര്യങ്ങൾ നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, അദ്ദേഹം നീതിക്ക് വേണ്ടി പോരാടുകയാണ്. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം പിരിഞ്ഞുപോയി. അവസാനം ഒറ്റപ്പെടുമോ, എനിക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമോ എന്ന് പേടിച്ച് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തി അസ്മാ റളിയല്ലാഹു അൻഹ, ഈ അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ പ്രായം അന്ന് സുഹൃത്തുക്കളെ 70 വയസ്സാണ്. ഉമ്മയാകുന്ന അസ്മയുടെ പ്രായം റളിയല്ലാഹു അൻഹയുടെ പ്രായം 97 100ഓടടുത്ത് നിൽക്കുന്ന പ്രായമേറിയ ഉമ്മ വീട്ടിലുണ്ട്. ഉമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഉമ്മ, ഞാൻ ഇനി മുന്നോട്ട് പോകാൻ ചെറിയ വിസമ്മതങ്ങൾ, ചെറിയ പ്രയാസങ്ങൾ എനിക്കുണ്ട്. കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മ, എന്റെ ശരീരങ്ങൾ അവർ അംഗവിച്ഛേദം നടത്തി, കൈകാലുകൾ മുറിച്ചു മാറ്റി, എന്റെ ശരീരം അവർ മരക്കൊമ്പുകളിൽ കെട്ടിത്തൂക്കും. അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കുറച്ച് ആലോചിക്കേണ്ടതുണ്ട്. ഈ ഉമ്മയുണ്ടല്ലോ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ തന്റെ മകനെ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, മോനെ, നീ ആടിനറുക്കുന്നത് കണ്ടിട്ടുണ്ടോ? മോനെ, നീ ആടിനറുക്കുന്നത് കണ്ടിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ. അദ്ദേഹം പറഞ്ഞു, അതേ, ഞാൻ കണ്ടിട്ടുണ്ട്. ആടിനറുത്തു കഴിഞ്ഞാൽ അതിന്റെ തൊലി കിഴിച്ചെടുക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് ഉമ്മ. എങ്കിൽ മോനെ, നീ പേടിക്കേണ്ടതില്ല. നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി കഴിഞ്ഞിട്ട് നിന്റെ കൈകാലുകൾ അവർ വെട്ടിമാറ്റട്ടെ, അവർ മുറിച്ചു മാറ്റട്ടെ. ആടിന് വേദന അറിയാറില്ല. അതുപോലെ നീ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നീ ചിന്തിക്കേണ്ടതില്ല. നിന്റെ കൈകാലുകൾ വെട്ടിമുറിക്കട്ടെ, അവിടെയും ഇവിടെയും ഉപേക്ഷിക്കട്ടെ, എവിടെയെങ്കിലും കെട്ടിത്തൂക്കട്ടെ. നീ അള്ളാഹുവിന്റെ മാർഗത്തിലാണോ ഈ പ്രയാസം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ളതെങ്കിൽ മോനെ, നീ എന്ന് അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ അവന്റെ ശരീരം പരിശോധിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, മോനെ, നിന്റെ ശരീരത്തിൽ പടയെങ്കി ഉണ്ടോ? ഇല്ല ഉമ്മ. ഉണ്ടെങ്കിൽ അത് അയച്ചു വെക്കണം. എന്താ കാരണം? ശത്രുക്കളുടെ വാളുകൾ നിന്റെ ശരീരത്തിലൂടെ കീറിപ്പായട്ടെ.
ശത്രുക്കളുടെ വാൾ നിന്റെ ശരീരത്തിലൂടെ കേറി മുറിക്കട്ടെ, പടയെങ്കി വേണ്ട മോനെ, ധൈര്യമായി പോയിക്കോ. എന്നിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കുന്നു, പടച്ചവൻ